നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഒരുപാട് ഇന്നത്തെ ജനറേഷനിൽ ഈ അഡോളസൻ്റ് ഏജിലെത്തിയിട്ടുള്ള ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെ തന്നെ കാണുന്നൊരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള മുഖക്കുരു എന്ന് പറയുന്നത്. അപ്പോൾ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ നമ്മളതിന് പ്രോപ്പർ കെയർ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കുറച്ച് വഷളാകുകയും പിന്നെ അവിടെ സ്കാർസൊക്കെ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഒരുപാട് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കുട്ടികളെല്ലാവരും തന്നെ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. പക്ഷേ നമ്മുടെ ചില ഫുഡ് ഹാബിറ്റ്സുകൾ, അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സൊക്കെ ചില പിമ്പിൾസും കാര്യങ്ങളൊക്കെ കുറച്ചൊരു അടുത്ത സ്റ്റേജ് അങ്ങനെയത് കുറച്ചും കൂടി ഒരു വലിപ്പത്തിലോട്ടൊക്കെ അത് മാറുകയും അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പിമ്പിൾസ് അതിന് തൊട്ടടുത്തായിട്ട് വരികയും അങ്ങനെ ഇത് സ്പ്രെഡായിട്ട് വല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ചെറിയ ചെറിയ മിസ്റ്റേക്സ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു ആക്നി എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്നത് നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ക്രീംസൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ കൊണ്ടും വരുന്നത് മാത്രമല്ല, നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് പുറത്ത് എന്ത് വരാം, ആക്നീസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിൽ പെൺകുട്ടികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷനാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവാരിയൻ ഡിസീസ്. ഈ ഒരു കണ്ടീഷൻ്റെ അകത്ത് ഫേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിമ്പിൾസ് വരാം. പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്നെ വരുന്ന സമയത്ത് അത് ഒരു സിസ്റ്റിക് ആക്നെ രൂപത്തിലോട്ട് മാറാം. അതായത് വളരെ ചെറുതായിരിക്കില്ല അതിൻ്റെ സൈസ്, കുറച്ചധികം വലുപ്പത്തിലാണ് അതിൻ്റെ സൈസ് നിൽക്കുക. അത് കുറച്ച് ഒരു കല്ലിപ്പ് പോലെ ഭയങ്കര കട്ടിയിൽ നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ PCOD ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷനും കൂടിയൊക്കെ ആവുന്ന സമയത്ത് ഈ ആക്നെ അത്യാവശ്യം നല്ല സൈസിൽ മാറും. അപ്പം ഒരുപാട് പെൺകുട്ടികൾ നമ്മളങ്ങനെ കാണാറുണ്ട്. ഈ ഒരു ആക്നി വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതൊരു 2 വീക്സിൻ്റെ മേലൊക്കെ കിടക്കും പോവാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് ഒന്ന് പോവാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വരുന്നവരുണ്ട് PCOD കേസസിൽ. അത് മാത്രമല്ല, ചെറിയ ചെറിയ പിമ്പിൾസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഫേസിൽ ഒരു സൈഡിൽ മാത്രം നമുക്ക് കുറേ പിമ്പിൾസ് വരാം, അടുപ്പിച്ചടുപ്പിച്ച് കുറേ പിമ്പിൾസ് വരാം. അങ്ങനെയുള്ള കണ്ടീഷൻസും ഉണ്ടാവാറുണ്ട് PCODക്കാർക്ക്. അപ്പോൾ PCOD ട്രീറ്റ് ചെയ്ത് മാറിയാൽ മാത്രമേ നമുക്ക് ഈ ആക്നീസ് വരുന്നത് മാറുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ എത്ര എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസോ ക്രീമുകളോ കാര്യങ്ങളോ സെറം എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഉള്ളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ PCOD ഉള്ളവരിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിൽ കുറച്ചൊരു ആൻഡ്രജൻ ഹോർമോൺസ് കുറച്ചധികം കൂടുതലായിട്ട് നിൽക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ഹോർമോണിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹെയർ ഗ്രോത്ത് വരാം, ഫേസിലൊക്കെ ഹെയർ ഗ്രോത്ത് വരാം. ഹെയർ ഫോളിക്കിൾസിൻ്റെ ഇൻഫ്ലമേഷൻ കൊണ്ട് നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത്രയും ബുദ്ധിമുട്ടായിട്ട് PCODക്കാരിൽ ഈ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള കെയർ, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനീഷ്യലേ കൊടുക്കുക. PCOD ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം. നമ്മൾ ബോയ്സിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിലും ചില ആൾക്കാരിൽ ആക്നീസൊക്കെ വരാറുണ്ട്. നല്ല രീതിയിൽ അങ്ങനെ അടുപ്പിച്ച് നല്ല കട്ടയ്ക്ക് ആക്നീസ് വരാറുണ്ട്. അങ്ങനെ ആക്നീസ് വരുന്ന സമയത്ത് അത് മാറിപ്പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സൈസ് കൂടിയ കല്ലിപ്പിലായിട്ട് ആക്നി വരും. അപ്പോൾ ഒരു ആക്നി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചില ആളുകളൊക്കെ അത് റിമൂവ് ചെയ്യണമെങ്കിൽ കീറിയിട്ട് റിമൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം സ്റ്റേജിലോട്ടൊക്കെ പോകാറുണ്ട്. അത് ഈ ഒരു ഇൻഫെക്ഷനാണ്. ആ സമയത്ത് നമ്മൾ ഫേസ് അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഫേസ് വാഷ്, നിങ്ങളൊരു ഹെർബൽ ഫേസ് വാഷ് അല്ലെങ്കിൽ ആയുർവേദിക് ഫേസ് വാഷ് ഒക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫേസ് വാഷിൽ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ബോഡിക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ളതാണെങ്കിൽ അത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫേസൊക്കെ നന്നായിട്ട് ഒരു ടവൽ ഇതിന് വേണ്ടി മാത്രം, നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ടവൽ നിങ്ങൾ ഈ ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കരുത്. ഒരു പ്രോപ്പർ ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ടവൽ ഇതിന് വേണ്ടിയിട്ട് വെച്ചിട്ട് ഫേസ് നന്നായിട്ട് തുടച്ച് കളയുക. അതുപോലെ തലയിൽ ഒരുപാട് എണ്ണ തേക്കുന്ന ആളുകൾക്ക് നെറ്റി ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ എണ്ണ ഊറി ആ ഒരു ബുദ്ധിമുട്ട് ആയിട്ട് നെറ്റിയിലൊക്കെ പിമ്പിൾസ് വരാം. നെറ്റിയിൽ പിമ്പിൾസ് വരാൻ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫോർഹെഡിലൊക്കെ നന്നായിട്ട് പിമ്പിൾസ് വരും ഈ ഡാൻഡ്രഫ് ഉള്ള ആളുകളിൽ. അപ്പം അത് നോക്കണം. അത് ചെറിയ തരിതരി പോലെ ആയിട്ടാണ് ഫേസിൻ്റെ കാണിക്കുക. അതല്ലാതെ കാണിക്കാറുണ്ട് കുറച്ച് സൈസ് കൂടിയതായിട്ടുള്ള പിമ്പിൾസൊക്കെ ഫോർഹെഡിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ഓയിലി വേണ്ട, നമുക്ക് ഒരു ചെറിയൊരളവിൽ മുടിയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കാനുള്ള രീതിയിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നന്നായിട്ട് അത് ടാപ്പ് ചെയ്ത് ഫേസിലുള്ള വെള്ളമൊക്കെ തുടയ്ക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പം ആക്നീസൊക്കെ കുറയാനുള്ള ക്രീംസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സിറംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ആയുർവേദത്തിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഏലാദി ചൂർണ്ണമൊക്കെ അവൈലബിൾ ആണ്. ഈ ഏലാദി ചൂർണ്ണം നിങ്ങൾ ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുക. ബട്ടർ മിൽക്കിൽ മിക്സ് ചെയ്തിട്ട്
ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഈ ആക്നീസ് ഒക്കെ കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു ഡീടോക്സിഫിക്കേഷൻ ആ സമയത്ത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ത്രിഫല ചൂർണ്ണമോ അല്ലെങ്കിൽ അവിപത്തികര ചൂർണ്ണമൊക്കെ നിങ്ങൾ കഴിക്കുക, വെച്ചിട്ട് ബോഡി നന്നായിട്ട് ഡീടോക്സിഫൈ ചെയ്യുക. പിന്നെ നമ്മുടെ രക്തദുഷ്ടിയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ രക്തത്തിൽ വരുന്ന ദുഷ്ടി കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നമുക്ക് കഷായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളിലോട്ടെടുത്ത് പ്രോപ്പറായിട്ട് നമ്മൾ ബോഡി ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ക്ലെൻസിങ് മാത്രമല്ല, ഇൻറ്റേർണലി നമ്മളെ ബോഡിക്ക് ഉള്ളിലോട്ട് നമ്മൾ മെഡിസിൻ അടിച്ചിട്ട് ഈ രക്തദുഷ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചെടുക്കുന്നതാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടും ഇത് വരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സ്റ്റേണലി ക്ലെൻസ് ചെയ്യണം. അതിന് കൂടുതൽ ഫുഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഫുഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പറയാൻ കാരണം, ഇപ്പോൾ പാല് ഐറ്റംസുകൾ കൂടുതലായിട്ട്, മിൽക്ക് പ്രൊഡക്ട്സ് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത്, ഈ ലഡു ജിലേബിയൊക്കെ പോലെയുള്ള നല്ല മധുരമുള്ളതൊക്കെ കൂടുതൽ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്താവാനുള്ള ചാൻസസ് ഉണ്ട്, ഈ ഇൻഫെക്ഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്ര ആളുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിമ്പിൾസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്തരം ഐറ്റംസുകളൊക്കെ ഒന്ന് കുറയ്ക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, പ്രത്യേകം ഗ്രീൻ ടീ ഒക്കെ കുടിക്കുക. ബാക്കിയെല്ലാം കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ, മത്സ്യം, മാംസമൊന്നും കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് അതൊക്കെ നമുക്ക് പതിയെ കഴുകി കളയാവുന്നതാണ്. കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഐറ്റംസുകളൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ സണ്ണിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൺസ്ക്രീൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. നമുക്ക് തോന്നിയ ഏതെങ്കിലും ഒരു ബ്രാൻഡ് വാങ്ങി യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഫേസിൻ്റെ കണ്ടീഷൻ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആക്നീസ് പല കാരണങ്ങൾ കൊണ്ട് വരാം. കാരണം മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പം പ്രോപ്പർ കെയർ ആണ് ഇതിന് വേണ്ടത്, അല്ലെങ്കിൽ അത് വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്, ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.